അശ്വതി കുട്ടി ഇറങ്ങുന്നില്ലേ? അവക്കാണോ ഈ ചോറും പാത്രം? അവള് പോയി. പോയോ? യാത്ര പോലും ചോദിച്ചില്ല. നിന്റെ തറവാട്ടിലെ കൊച്ചല്ലേ, അത്രയ്ക്കൊക്കെ അല്ലേ വിനയവും മര്യാദ ഉണ്ടാവുള്ളൂ. നിങ്ങൾ ഉണ്ടായിരിക്കുന്നുണ്ടോ? ഇത് തന്നെയായി പറഞ്ഞത്. എന്താ അമ്മ, അശ്വതി പോയോ? ഞാൻ കണ്ടില്ല ശ്രീധര. നിന്റെ അച്ഛൻ കണ്ടിട്ട് മിണ്ടിയതും ഇല്ല. അമ്മയോട് ഞാൻ പറഞ്ഞതല്ല നേരത്തെ എന്നിട്ട് റെഡിയാവണമെന്ന്. അവള് ഗ്രാജുവേറ്റ് പഠിക്കുന്ന കുട്ടിയാ. നേരത്തും കാലത്തും വല്ലതും കഴിച്ചില്ല, ആ കുട്ടിയുടെ പഠിപ്പെന്താവും? എന്താ അമ്മ ഇത്? നീണ്ടോ, ഞാനൊന്ന് പോയി നോക്കട്ടെ. അതോടെ ഭാഗ്യമായി. ഞാൻ വിചാരിച്ച് ബസ് കയറി പോയി കാണുമെന്ന്. ഉച്ചയോട് എടുത്തിട്ടേ പോകാമെന്ന് അശ്വതി ചേച്ചി ഓർമ്മിക്കാൻ ഞാൻ ആ മണ്ടിപ്പെണ്ണോട് പറഞ്ഞതാ. ലരേ, ഇപ്പോഴത്തെ കാലത്ത് ഹോട്ടലിൽ നിന്ന് വല്ലതും വാങ്ങി കഴിക്കാൻ പറ്റുമോ? വേണ്ട. വേണ്ടെന്ന് അല്ല, അങ്ങനെ പറഞ്ഞാ അശ്വതി ഉച്ചയ്ക്ക് എന്ത് കഴിക്കും? ഇത്രയും കാലം കഴിച്ചതൊക്കെ തന്നെ കഴിക്കും. ഇനിയിപ്പോ അങ്ങനെ പോരാ. കുഞ്ഞമ്മാവും പ്രത്യേകം പറഞ്ഞ് ഏൽപ്പിച്ചതാ അശ്വതിയുടെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കണമെന്ന്. എനിക്ക് വേണ്ടി ആരും അങ്ങനെ ബുദ്ധിമുട്ടുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഇതിലിപ്പോ എന്താ ഇത്ര ബുദ്ധിമുട്ട് അശ്വതി കുട്ടി? അശ്വതി കുട്ടി ഇതങ്ങൾ വാങ്ങിക്കേ. ഒരിക്കൽ പറഞ്ഞ മനസ്സിലാവില്ലേ? കാലത്ത് 5 മണിക്ക് എഴുന്നേറ്റത് അമ്മ ഇതൊക്കെ വെച്ചുണ്ടാക്കാൻ. അശ്വതി ഇത് വാങ്ങില്ലെന്ന് പറഞ്ഞാൽ അമ്മയുടെ മനസ്സ് വിഷമിക്കില്ല അശ്വതി? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്നെ ചൊല്ലി ആവശ്യമില്ലാത്ത ടെൻഷനൊന്നും ആർക്കും വേണ്ട. ഞാനൊരു പേയിങ് ഗസ്റ്റ് ആണെന്ന് കരുതിയാൽ മതി. വീട്ടിൽ താമസിക്കുന്നതിനും വല്ലതും കഴിക്കേണ്ടി വന്നാൽ അതിനും അങ്ങനെ എല്ലാത്തിനും ഞാൻ പണം തരും. അശ്വതി, നെഞ്ചി തറക്കുന്ന ഓരോ വർത്തമാനങ്ങൾ പറയരുത്. നീ എന്റെ സ്വന്തം കുഞ്ഞമ്മാവന്റെ മോളാ, അത് മറക്കണ്ട. എനിക്കതൊന്നും അറിഞ്ഞിട്ട് കാര്യമില്ല. മാസം അവസാനം ഞാൻ കാശ് തരും. അത് വാങ്ങിച്ചില്ലെങ്കിൽ ഞാൻ പിന്നെ അവിടെ താമസിക്കുന്നില്ലെന്ന് വെക്കും.